ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ മരണപ്പെടുന്നത് ഒരുപക്ഷെ ഹൃദയ സംബന്ധമായ അസുഖം കാരണത്താലാവാം. അതുപോലെ തന്നെ അതുമായി സാമ്യമുള്ള മറ്റൊരു അസുഖമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ലോകരാജ്യത്തെ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലാവാം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഈ അസുഖമായി മല്ലിടുന്നത്, അല്ലെങ്കിൽ ഈ അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നമ്മുടെ കൊച്ചു കേരളമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ട് നിലനിൽക്കുന്നത്. അസുഖം മറ്റൊന്നുമല്ല, പൊതുവെ എല്ലാവരും കേട്ടു പരിചയമുള്ള, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാം ഓരോ വ്യക്തികൾക്ക് പോലും ഉള്ള ഒരു അസുഖമായിരിക്കാം. അസുഖത്തിൻ്റെ പേര് സ്വാഭാവികമായിട്ടും ഡയബറ്റിസ് മെലിറ്റസ് എന്നുള്ളതാണ്. അതായത് പ്രമേഹ രോഗം, നമ്മൾ ഷുഗർ രോഗികൾ എന്നെല്ലാം പറയും. സോ ആ വ്യക്തികൾക്ക് ഉപകാരപ്പെടുന്ന, അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മെഡിസിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളത്. സ്വാഭാവികമായിട്ടും ഈ വീഡിയോയിൽ കാണുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് ആ മെഡിസിൻ, ഡയബെക്കോൺ, ടാബ്ലറ്റ് ഡയബെക്കോൺ. സോ നമുക്ക് ഈ മെഡിസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളോട് കടക്കാം. ഇതൊരു ഹെർബൽ നിർമ്മിതമായിട്ടുള്ള മെഡിസിനാണ്. സോ അങ്ങനെയുള്ള മെഡിസിനെ കുറിച്ച് റിവ്യൂ ചെയ്യുമ്പോൾ എനിക്കൊരു 100% പെർഫെക്റ്റ്ലി പറയാൻ കഴിയും ഇത് ഉപകാരപ്പെടുന്നുണ്ടോ ഉപകാരപ്പെടുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം. നമുക്ക് നോക്കാം. ഡയബറ്റിസ് മെലിറ്റസിന് ഉപകാരപ്പെടുന്ന, അല്ലെങ്കിൽ ഷുഗർ രോഗികൾക്ക് ഉപകാരപ്പെടുന്ന ഈ മെഡിസിനെ കുറിച്ചിട്ടുള്ള മോർ ഡീറ്റെയിൽസ്. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ എടുത്തു പറയേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഡയബെക്കോൺ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതായത് മനുഷ്യ ശരീരത്തിലെ അമിതമായിട്ടുള്ള ബ്ലഡ് ഷുഗർ ലെവൽ, നമ്മുടെ ബ്ലഡിനകത്തുള്ള ഷുഗർ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹെർബൽ നിർമ്മിതമായിട്ടുള്ള മരുന്നാണ് ഡയബെക്കോൺ എന്നുള്ള ഈ ഒരു ടാബ്ലറ്റ്. ഇനി നെക്സ്റ്റ് ഇതിനകത്തെടുത്ത് പറയേണ്ടത് ആരാണ് ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആയുർവേദ അല്ലെങ്കിൽ ഹെർബൽ നിർമ്മിതമായിട്ടുള്ള മെഡിസിൻസ്, കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റ് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. മറ്റൊന്നുമല്ല, നമ്മളെല്ലാം കേട്ടു പരിചയമുള്ള ഹിമാലയ ഡ്രഗ് കമ്പനി എന്നുള്ളതാണ് അവരുടെ ബ്രാൻഡ് നെയിം. മാത്രമല്ല 1930, ഏകദേശം 100 വർഷത്തിന് പിറകെ അല്ലെങ്കിൽ മുമ്പ്, അല്ലെങ്കിൽ 90 വർഷം മുമ്പ് ബാംഗ്ലൂർ സ്ഥാപിതമായി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഹെർബൽ കമ്പനിയാണിത്. ഏകദേശം ലോകത്ത് 30-ന് മുകളിൽ ലോകരാജ്യങ്ങളിൽ ഇവരുടെ കമ്പനിക്ക് ഓഫീസ് തന്നെ സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതെല്ലാം മറ്റൊരു വലിയ പ്രത്യേകതയും കൂടിയാണ് ഈ കമ്പനിയുടെ. സോ നമുക്ക് ഈ മെഡിസിനകത്ത് അടങ്ങിയിട്ടുള്ള കോമ്പോസിഷൻ, അതായത് ഈ മെഡിസിനകത്ത് ഏതെല്ലാം തരത്തിലുള്ള മറ്റു ചേരുവകളാണ് അടങ്ങിയിട്ടുള്ളത് എന്നാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഏകദേശം 20 മുതൽ 30 ഹെർബൽ കണ്ടൻസാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. സോ സ്വാഭാവികമായിട്ടും അത്രത്തോളം പറഞ്ഞു പോകുന്നില്ല എങ്കിൽ പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ടുള്ള 2-3 ഇൻഗ്രീഡിയൻസ് പറയാം. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ എടുത്ത് പറയേണ്ടത് മിശ്രശൃംഗി അടങ്ങിയിട്ടുണ്ട്, പിത്തശര അടങ്ങിയിട്ടുണ്ട്, യഷ്തി മധു അടങ്ങിയിട്ടുണ്ട്, സപ്തരംഗിനി അടങ്ങിയിട്ടുണ്ട്, ജംബു അടങ്ങിയിട്ടുണ്ട്, ശതാവരി അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 20 മുതൽ 30 ഹെർബൽ കണ്ടൻസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ വീഡിയോയിൽ കാണുന്ന ഡയബെക്കോൺ ടാബ്ലറ്റ് എന്നുള്ളത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ മെഡിസിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളതാണ്. മുമ്പ് ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് അമിതമായിട്ടുള്ള ബ്ലഡ് ഷുഗർ ലെവൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിനാണിത് എന്നുള്ളത്. എന്നാൽ അതുമാത്രമല്ല ഈ ടാബ്ലറ്റിൻ്റെ ഉപയോഗം, മറ്റു ചില സൈഡായിട്ടുള്ള ചില ഉപയോഗങ്ങളും ഈ മെഡിസിനുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ എടുത്ത് പറയേണ്ടത്, മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡയബറ്റിസ് മെലിറ്റസ് ആണ്. അതായത് ഷുഗർ രോഗികൾക്ക് സ്വാഭാവികമായിട്ടും അറിയാം, ഷുഗർ 2 തരത്തിലുള്ള ഷുഗറുണ്ട്, ഒന്ന് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. സോ സ്വാഭാവികമായിട്ടും ഈ 2 ഷുഗറും, ടൈപ്പ് 1 ആണെങ്കിലും ടൈപ്പ് 2 ആണെങ്കിലും ഈ ടാബ്ലറ്റ് ഉപയോഗിക്കാവുന്നതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് പാൻക്രിയാസിന് നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജോ, അല്ലെങ്കിൽ പാൻക്രിയാസ് സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെഡിസിൻ ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമത് ഈ മെഡിസിൻ്റെ ഉപയോഗം, പാൻക്രിയാറ്റിക് എൻസൈമിൻ്റെ അഭാവം കാരണത്താൽ നമ്മുടെ ഡൈജഷൻ അതിനകത്ത് പ്രോബ്ലം ഉണ്ടാകും. ഇൻഡൈജഷൻ, നമുക്ക് സ്വാഭാവികമായിട്ടും നല്ലൊരു ഡൈജഷൻ സംഭവിക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെഡിസിൻ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ തന്നെ ഹൈ ഷുഗർ ലെവൽ, അതോടൊപ്പം തന്നെ യൂറിക് ആസിഡ്, ചെറിയ രീതിയിൽ കൊളസ്ട്രോൾ, ഇവയെല്ലാം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഡയബെക്കോൺ എന്നുള്ള ഈ ടാബ്ലറ്റ് ഉപയോഗിക്കാം. നെക്സ്റ്റ് മറ്റൊരു ഉപയോഗം, ഡയബറ്റിക് റെറ്റിനോപ്പതി. സ്വാഭാവികമായിട്ടും ഷുഗർ രോഗികൾക്ക് അറിയാവുന്നതാണ്. ഷുഗറിൻ്റെ ലെവൽ അമിതമായി അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ മുകളിൽ പോകുന്നൊരു അവസ്ഥയിൽ അവരുടെ കാഴ്ചയ്ക്ക് മങ്ങൽ സംഭവിക്കാം. അവസാനം അത് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ളൊരു അസുഖമായി മാറുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ മെഡിസിൻ ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇതിനകത്തെടുത്ത് പറയേണ്ടത്, ഈ ഡയബെക്കോൺ എന്നുള്ള ടാബ്ലറ്റ്
അത് ഏത് രീതിയിലാണ് ഇവിടെ മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് പാൻക്രിയാസ് ആണെങ്കിലും സ്പ്ലീൻ ആണെങ്കിലും ഇല്ലെങ്കിൽ എൻ്റർ ഡൈജസ്റ്റീവ് സിസ്റ്റം അങ്ങനെയാണ് ഈ പറയുന്നത്. നമ്മൾ മൊത്തത്തിലുള്ള ദഹനത്തിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ സിസ്റ്റവും കൂടെ തന്നെ ലിവർ, ഗാൾ ബ്ലാഡർ എന്നിവയുള്ള എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ മെഡിസിൻ ടാബ്ലറ്റ് ഡയബിക്കോൺ ഉപകാരപ്പെടുന്നുണ്ട്. കൂടാതെ തന്നെ പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസ്, ഇതിനകത്ത് ഇൻസുലിൻ അടിഞ്ഞു കൂടുന്നത് അല്ലെങ്കിൽ സെക്രറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുറം തള്ളപ്പെടുന്നത് അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ഡയബിക്കോൺ എന്നുള്ള ടാബ്ലറ്റ് സഹായിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇനി എടുത്ത് പറയേണ്ട മറ്റൊരു പ്രവർത്തനം, എങ്ങനെയാണ് ഡയബിക്കോൺ ടാബ്ലറ്റ് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, അതുപോലെ തന്നെ സെല്ലുലാർ ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ, ഇവയെല്ലാം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഡയബിക്കോൺ എന്നുള്ള ടാബ്ലറ്റ് ഉപകാരപ്പെടുന്നു. ഇതിനകത്ത് ചില റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ചില വാണിങ്ങുകളുണ്ട്. വാണിംഗ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, എന്നാൽ പോലും 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനകത്ത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറയുന്നത്, പ്രഗ്നൻസി ആയിട്ടുള്ള വ്യക്തികൾക്ക്, സ്ത്രീകൾക്ക്, കൂടാതെ തന്നെ ഫീഡ് ചെയ്യുന്ന ലാക്റ്റിംഗ് മദേഴ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് മദേഴ്സ്, അതായത് മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ഇത് ഉപകാരപ്പെടുന്നതല്ല. അവരും ഇത് ഒരിക്കലും ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ നോട്ട് സ്യൂട്ടബിൾ ആണ്, നോട്ട് റെക്കമെൻഡഡ് ആണ്, അവർ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇനി അവർക്കിത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുന്ന ഷുഗറിൻ്റെ അല്ലെങ്കിൽ ഡയബറ്റീസിന് കാണിക്കുന്ന ഡോക്ടർ ഏതാണോ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം തീർച്ചയായിട്ടും പാലിക്കേണ്ടതുണ്ട്. ഇനി അടുത്ത് പറയേണ്ട പോയിൻ്റ് ഡോസേജ്. ഈ ടാബ്ലറ്റ് ഏതെല്ലാം രീതിയിൽ എത്രത്തോളം വീതം കഴിക്കാമെന്നതാണ്. 2 ടാബ്ലറ്റ് വീതം 3 നേരം, 2 മുതൽ 3 നേരം, അതായത് 12 മണിക്കൂർ കൂടുമ്പോൾ കഴിക്കാം, അല്ലെങ്കിൽ 8 മണിക്കൂർ കൂടുമ്പോൾ കഴിക്കാം. ആ രീതിയിൽ നമുക്ക് ഈ ടാബ്ലറ്റ് ഉപയോഗിക്കാം. പക്ഷേ ടാബ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം പാലിക്കാൻ ശ്രമിക്കുക. അതുമല്ലെങ്കിൽ ഈ മെഡിസിൻ ഫാർമസിയിൽ നിന്ന് മേടിക്കുമ്പോൾ ഫാർമസിസ്റ്റിൻ്റെ നിർദ്ദേശം പാലിക്കാൻ ശ്രമിക്കുക. ഒരു 6 ആഴ്ച, അതായത് 1.5 മാസത്തോളം തുടർച്ചയായിട്ട് ഉപയോഗിച്ചതിന് ശേഷം വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാവുന്നതുമാണ്. നെക്സ്റ്റ്, ഇത് സ്റ്റോറേജ് ചെയ്ത് വെക്കേണ്ട സ്ഥലം. നമ്മുടെയാണ് ഈ മെഡിസിൻ സ്റ്റോറേജ് ചെയ്ത് വെക്കേണ്ടത്. തീർച്ചയായിട്ടും നല്ല ഡ്രൈ ആയിട്ടുള്ള, കൂളായിട്ടുള്ള, കുട്ടികൾക്ക് കിട്ടാത്ത ഒരു 30 ഡിഗ്രിക്ക് താഴെ ടെമ്പറേച്ചറുള്ള സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഏകദേശം ഇന്ത്യൻ മാർക്കറ്റിൽ 120 രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട്. അത് എത്രത്തോളം എന്ന് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. പല ഓൺലൈൻ സൈറ്റുകളും പലവിധ റേറ്റാണ്. ഫാർമസികളിൽ കറക്റ്റ് റേറ്റ് നമ്മുടെ നാട്ടിൽ എത്രയെന്നുള്ള കറക്റ്റായിട്ട് അറിയില്ല. UAE ഏകദേശം ഇതിന് വരുന്ന റേറ്റ് 20 ദിർഹത്തിന് മുകളിൽ വരുന്നുണ്ട്. നെക്സ്റ്റ്, ഇതിനകത്ത് എടുത്ത് പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കുട്ടികൾ ഉപയോഗിക്കരുത് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഡോക്ടറിൻ്റെയും ഫാർമസിസ്റ്റിൻ്റെയും നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാൻ ശ്രമിക്കുക. സോ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.